ഇന്നൊരു സഹോദരിയുടെ വീഡിയോസ് കാണാനിടയായി. ആ സഹോദരിക്ക് വളരെ വിഷമത്തിലും ബേജാറിലും ഒക്കെയാണ്. അവരുടെ വിഷമം കണ്ടപ്പോൾ എനിക്കും സത്യത്തിൽ സങ്കടമൊക്കെയാണ് തോന്നിയത്. അവരുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് മലപ്പുറത്ത് കേരള യാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ സംസാരിക്കുമ്പോൾ നടത്തിയ ഒരു പരാമർശമാണ്. എന്താണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത്? മലപ്പുറം ജില്ലയിൽ നിങ്ങൾ രണ്ടാക്കണം, മലപ്പുറം ജില്ലയിൽ നിന്ന് രണ്ടാക്കണമെന്ന്, ജില്ല വികസിപ്പിക്കണം എന്നൊക്കെ എന്ന് പറഞ്ഞിരുന്നു. ജില്ല വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ വികസനങ്ങൾ കിട്ടുക എന്നുള്ളതാണല്ലോ. പക്ഷേ ഈ സഹോദരിയുടെ വിഷമം അതൊന്നുമല്ല. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇങ്ങനെ ജില്ല രണ്ടാക്കിയാൽ അവിടുത്തെ രാജാവാകാം, അവിടുത്തെ മുഖ്യമന്ത്രിയാകാം, ഇനി അവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് അറബി പഠിച്ചു വെക്കണം, കാരണം ഇതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ജില്ലയാക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ഒരു എന്താണ് പറയുക, ഒരു അബദ്ധജടിലമായ കുറേ വർത്തമാനങ്ങളൊക്കെ വന്നിട്ട് ഒരു സഹോദരി ഇങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ സംസാരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥവത്തായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളല്ലേ സംസാരിക്കേണ്ടത്. നല്ല പ്രായത്തിൽ സാമൂഹിക സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ നടത്തി തുടങ്ങിയ കാലത്ത് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന് ഈ രാജ്യത്തിൻ്റെ ഒരു രാജ്യമുണ്ടാക്കണമെന്നും ആ രാജ്യത്തിൻ്റെ രാജാവാകണമെന്നും മുഖ്യമന്ത്രി ആകണമെന്നുമുള്ള ഒരു ഉദ്ദേശവും ചിന്തയും ആഗ്രഹവും ഇരുന്ന ഒരു മനുഷ്യന് ഈ വന്ധ്യവയോധികനായിട്ടിരിക്കുന്ന സമയത്താണോ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നത്? എന്താണ് ഈ സഹോദരി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അല്ലെ ഈ പ്രസ്ഥാനത്തിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഈ സഹോദരി ഈ പ്രസ്ഥാനത്തിനെ കുറിച്ച്, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ കുറിച്ചൊക്കെ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിലുള്ള സംസാരം ആ സഹോദരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഒരാൾ മാത്രമല്ല ഇത് സംസാരിച്ചത്. ശശികല ടീച്ചറുടെ ഫേസ്ബുക്ക് പേജ് നോക്കുമ്പോൾ, അവരുടെ പേരിലുള്ള ഒരു പേജ് നോക്കുമ്പോൾ, ആ പേജിലും അവരുടെ അഭിപ്രായമായിട്ട് ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരാൾ പറഞ്ഞതിനെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ അടുത്തടുത്തായിട്ട് ആളുകൾ ഇങ്ങനെ വരുന്നത്, സത്യത്തിൽ ഇത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധികളിലേക്ക് ഇത് കൂടുതൽ ചെല്ലാൻ നിങ്ങളുടെ ഈ വീഡിയോസുകളൊക്കെ ഒരു പരിധിവരെ ചിലപ്പോൾ കാരണമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാലും നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരമുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ ഒരു വാക്കെടുത്ത് പിടിച്ച് അതിൻ്റെ പിന്നാലെ കൂടി എനിക്ക് കുറച്ച് റീച്ച് കിട്ടി, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈക്കും ഷെയറും ഒക്കെ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാകരുത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിനെ കുറിച്ചോ കാന്തപുരം ഉസ്താദിനെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ അണികളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണമെന്നാണ് ഈ തരുണത്തിൽ പറയാനുള്ളത്. അല്ലാതെ കണ്ടിട്ട് മലപ്പുറം ജില്ലയെ രണ്ടാക്കുമ്പോൾ മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗം എടുത്ത് അതൊരു പ്രത്യേക വിഭാഗത്തിന് കൊടുത്ത് അവിടുത്തെ പിന്നെ കിരീടമില്ലാത്ത അല്ലെങ്കിൽ മുടിചൂടാമന്നനായി അവിടെ കൂടാം എന്നുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല. ആ നാടിന് കൂടുതൽ വികസനം ഉണ്ടാകും, ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടും. ഈ മലപ്പുറം ജില്ലയിൽ വെറും മുസ്ലിം വിഭാഗം മാത്രമല്ല താമസിക്കുന്നത്, അവിടെ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതൊരു ഗുണമാണ്, ഉപകാരമാണ് കിട്ടുന്നത്. അല്ലാതെ കണ്ടിട്ട് അവിടെ മുരടിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് മലപ്പുറം ജില്ലയാണെങ്കിലും ഇനി മറ്റേതെങ്കിലും ജില്ലയാണെങ്കിലും ഒക്കെ ജനസാന്ദ്രത കൂടിയാൽ, ജനങ്ങൾ കൂടി വരുമ്പോൾ അതിനെ രണ്ടാക്കി ഒന്ന് വിഭജിച്ചിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് എത്രയും നല്ലത് തന്നെയല്ലേ? അല്ലാതെ കണ്ടിട്ട് അവിടെ ഉള്ളവരൊക്കെ ഇനി അറബി പഠിക്കണം, അതുകൊണ്ട് അവിടെ ഇനി അറബി ഭാഷ മാത്രമേ സംസാരിക്കുകയുള്ളൂ. വളരെ സൗമ്യമായിട്ടൊക്കെയാണ് ഈ ചേച്ചി വന്നിട്ട് സംസാരിക്കുന്നത്. ഈ സഹോദരി ഇങ്ങനെ സൗമ്യമായിട്ട് വന്ന് സംസാരിക്കുക, നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി വിഷമൂട്ടുക എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് ചേച്ചി എടുത്തത്. കാരണം വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കാന്തപുരം ഉസ്താദ് എന്നൊക്കെ വിളിച്ചുള്ള വളരെ എന്താ പറയുക, അങ്ങനെ തേനൊലിപ്പിക്കുന്ന വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ അതിലൂടെയാണ് ഈ വിഷം ഇങ്ങനെ ഊട്ടുന്നത്. എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഇത്തരത്തിലുള്ള മലിനങ്ങളൊക്കെ വാരിയെറിഞ്ഞ് മലീമസമാക്കി ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ലൈക്കും ഷെയറും കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ളത് ചെയ്യുക എൻ്റെ സഹോദരി. പിന്നെ കാന്തപുരം ഉസ്താദ് ചെയ്യുന്ന യത്തീമിങ്ങളെയും സാധുക്കളെയും ഒക്കെ സംരക്ഷിക്കുന്നത് പോലൊക്കെ ചേച്ചിക്ക് സംരക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അതിനൊക്കെ ഉള്ള ഒരു ശ്രമമല്ലേ നടത്തേണ്ടത്. അല്ലാതെ കണ്ടിട്ട്
ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക വേണ്ടത്. ഇപ്പോൾ കാന്തപുരം ഉസ്താദ് ഇങ്ങനെ ഒരു കേരള യാത്ര, ചേച്ചി നാളെ ഒരു കേരള യാത്ര നടത്തുക, ചേച്ചിക്ക് നല്ല നല്ല പ്രസ്താവനകൾ ജനങ്ങളോട് പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോട് പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ ചേച്ചി അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അല്ലാതെ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കുത്തുതിരിപ്പുണ്ടാക്കുന്ന പരിപാടി നടത്തരുത് എന്ന് ചേച്ചിയോടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വെറുതെ എന്തിനാണ് ചേച്ചി ഈ അളമുട്ടിയ ചേരയും കടിക്കുമെന്നുള്ളൊരു ചൊല്ലുണ്ട്, അത് ചേച്ചി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തുക.